യദുനന്ദ റെഡ് കാർപ്പറ്റിന്റെ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോ നല്ല ചിരിച്ച മുഖവുമായിട്ട് പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എത്ര വർഷമായി ഡാൻസ് പഠിക്കണു? ഞാൻ ഒരു 10-11 കൊല്ലായി. 10-11 കൊല്ലമായിട്ട് ഡാൻസ് പഠിക്കുകയാണ്. എല്ലാ ഇതുണ്ട്, ഭരതനാട്യം, മോഹിനിയാട്ടം? ഭരതനാട്യമാണ് പഠിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പൊ കുച്ചിപ്പുടി മോഹിനിയാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇന്ന് നമ്മൾക്ക് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി പെർഫോമൻസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു പെർഫോമൻസ് ഭയങ്കര വൈറൽ ആയതായിരുന്നു. കാരണം ബാലഗോകുലം ആ ഒരു ഘോഷയാത്രയിൽ ഈ കുട്ടി നിർത്താതെ 5 മണിക്കൂർ ആ ഒരു ഘോഷയാത്രയിലൊപ്പം നമ്മൾ ഡാൻസ് ചെയ്യില്ല, ഓടുന്ന വണ്ടിയിൽ ഡാൻസ് ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് അല്ലേ? ആ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു? ശ്രീകൃഷ്ണ ജയന്തിന് 2 ദിവസം മുമ്പിട്ട് ഇങ്ങനെ വിളിച്ചു, കാളിയമർദ്ദനം ചെയ്യണ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. അപ്പോൾ അധികം ഒന്നും പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത പോലെ ഒന്നല്ല, ഞാൻ ആടെ പോയി ചെയ്താർക്ക്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന സ്റ്റെപ്സ് ഒക്കെ ഇട്ട് ഞാൻ അങ്ങനെ അപ്പൊ ആളുകൾ ആ സമയത്ത് സ്പോട്ടിൽ എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്തത്? നല്ല റിയാക്ഷൻ ആയിരിക്കും. എല്ലാവരും നല്ല കയ്യലടിച്ചെല്ലാം പ്രോത്സാഹിപ്പിക്കലും ചെയ്തു. പിന്നെ പരിപാടി കഴിഞ്ഞിട്ടു ആടെ നിന്നിട്ട് എല്ലാ ടേബിളെല്ലാം ആടെ കൊണ്ടാച്ചതിന് ശേഷവും ചേട്ടന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഒരു പ്രാവശ്യം കൂടി കളിക്കുമ്പോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു ഡാൻസ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മളും ഇന്ന് ഈ വേദിയിൽ ആ ഒരു ഡാൻസ് കാണാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. എന്താ വീട്ടിൽ വിളിക്കുക? യദു എന്നാണോ നന്ദ എന്നാണോ? യദുന്ന് വിളിക്കും. യദു എങ്ങനെയാ വീട്ടില് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയോ, അതെയോ കഴിക്കൽ മാത്രമേ ഉള്ളോ? ഞാൻ ചായ മാഗി ഉണ്ടാക്കും. വെരി ഇമ്പോർട്ടന്റ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പട്ടിണി കിടക്കാതിരിക്കാനുള്ള പ്രധാന ഓംലെറ്റും കൂടെ വേണം. പിന്നെ ബ്രെഡ് ഒന്ന് 2 ഭാഗവും കൂടെ ചൂടാക്കാറില്ലേ? ബ്രെഡ് ചൂടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, യുനോ. ഓക്കേ, അതുകൊണ്ട് ഞാൻ മാഗി ആൻഡ് ചായ ധാരാളം. വേണമെങ്കിൽ ബാക്കിയുള്ളവർ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ കഴിച്ച് അവരെ സഹായിക്കും. അതാണ് നമ്മുടെ മെയിൻ ഹോബി. ഫാമിലിയിലുള്ള ഏറ്റവും വലിയൊരു സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ഫാമിലിയില് അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എന്നാ ഞാൻ സ്റ്റേജിന്റെ മേലെ കയറുന്നതിന് മുമ്പിട്ട് പറയും, അതുവരെ പറയും, പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് അതുവരെ പറയും ഇത് പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേജിന്റെ മേലെ തപ്പി പോയിട്ടുണ്ടെങ്കിൽ നല്ല ഇതായിരിക്കും. പക്ഷേ എങ്കിൽ സ്റ്റേജിന്റെ മുമ്പിട്ട് കയറുന്നതിനിടയ്ക്ക് പറയും ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട, കൂളായിക്കോ, തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഫാമിലിയെ നമുക്ക് കാണാം. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അച്ഛനാണ് അത് സെന്ററിൽ ഇരിക്കുന്നത് അല്ലേ? അതെ, അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടാം. പേര് പറയൂ. എന്റെ പേര് സജിത്ത്. ഓക്കെ, അപ്പൊ ചേട്ടനാണ് അതായത് ഫുൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. മോൾക്ക് 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ഭയങ്കര താല്പര്യമായിരുന്നു ഡാൻസിനോട്. അന്നേരം തന്നെ നമ്മളോട് ഇങ്ങനെ പറയും എനിക്ക് ഡാൻസ് പഠിക്കണം, ഡാൻസ് പഠിക്കണം. അങ്ങനെ കൊണ്ടാക്കി. എന്താ വർക്ക് ചെയ്യുന്നത്? ബിസിനസ് ആണ് അവിടെ കണ്ണൂര് തന്നെ, തലശ്ശേരിയിൽ. ശരി, അപ്പൊ ഇനി നമുക്ക് അമ്മയാണ് അല്ലേ? ചേച്ചി നമസ്കാരം, പേര് പറയൂ. സിനി. ചേച്ചി PSCയുടെ ഇന്റർവ്യൂവിനൊന്നും പോയിരിക്കുകയല്ല, സ്വാസികയോട് സുരഭിനോട് സംസാരിക്കാണ്. അടുത്തതായി ചേച്ചി ഈ സുരഭി ചേച്ചിയോട് എന്താ ചോദിക്കാനുള്ളത്? പറ. സുരഭി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞങ്ങള് കുമാരി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിന് പോയപ്പോ ഞാൻ അവിടെ മേക്കപ്പ് ടെസ്റ്റിന് പോയതാണ്. സ്വാസികയുടെ ഫാൻസിനെ കൊണ്ട് കാസർഗോഡ്, കണ്ണൂർ ഭാഗത്ത് എല്ലാവരും ഡെയിലി സ്വാസികയ്ക്ക് കേക്ക് കൊണ്ട് കൊടുക്കുന്നു, സ്വാസികയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊണ്ട് കൊടുക്കുന്നു, ഡ്രസ്സ് കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ സ്വാസികയുടെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാനും ഐഷു ഒക്കെ അവിടെ പരിസരത്ത് പറയേണ്ട എന്താ കാര്യം? അല്ല, സ്വാസികയ്ക്ക് വിഷമം വരരുതല്ലോ. അവരും എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ ചേച്ചി, വളരെ ബാലൻസ് ചെയ്തു. ശരി, അല്ല ഗസ്റ്റിനോട് എന്താ ചോദിക്കേണ്ടത് ചോദിക്കണോ? എന്നോട് എപ്പോഴും ചോദിച്ചോളൂ ചേച്ചി. സുഖാണോ? വളരെ സുഖം. ഇനി നമുക്ക് വേഗം എല്ലാരും പേരുകൾ പറഞ്ഞോളൂ. കുഞ്ഞുവാവയുടെ പേരെന്താ? ആദിലിൻ ദിബിൻ. നല്ല പേര് കേട്ടോ, സൂപ്പർ, വെരി ഗുഡ്. ഇനി അതാണോ അമ്മ? അമ്മയുടെ കയ്യിൽ മൈക്ക് കൊടുത്തോ. പേര്? ബിൻസി. എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സാണ്, ശ്രീചിത്രയിൽ വർക്ക് ചെയ്യുന്നു. ഇത് ഹസ്ബൻഡ്. യദുനന്ദയുടെ കസിൻസ് ആണ്. ഇനി ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോളൂ. ദിപിൻ. എനിക്ക് ചെറിയൊരു മറവിയുടെ സുഖമുണ്ട്. ശരി, എന്ത് ചെയ്യണു? അബുദാബിയിലാണ് വർക്ക് ചെയ്തത്. സൂപ്പർ. ഇനി ഇതാരാണ്?
മൈക്കിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഒരു മുഖം എനിക്ക് തോന്നി. ബ്രദറായി. ബ്രദറാണ്. ബ്രദറിന്റെ പേര് സായന്ത്. സായന്ത്. സായന്ത് എന്ത് ക്ലാസ്സിൽ പഠിക്കണു? ഏത് ക്ലാസ്സിൽ പഠിക്കണു? ബാംഗ്ലൂരിൽ പഠിക്കാൻ. ബാംഗ്ലൂർ. എന്താ പഠിക്കുന്നത്? CNC പ്രോഗ്രാമിംഗ്.